not on my merits, but on this grace. Krishna Guruvayurappa, love you to the moon and back. ഇപ്പം ഈ എര എന്ന് പറയുന്ന സ്ത്രീ കാനഡയിൽ ഭർത്താവിനൊപ്പം ജീവിക്കുന്നതാണ്. അപ്പൊ ആ ഭർത്താവിന്റെ സ്വന്തം ഗർഭമാണ് ഈ പോലീസുകാരും ഈ സർക്കാരും കൂടി രാഹുലിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. അവർ തമ്മിൽ ബന്ധമുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ആ പരാതി അയച്ച ആ പെണ്ണിന്റെ ഒരു പ്രശ്നം കൂടെ കൂടിയുണ്ട്. അതുകൂടെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ ഈ ഒരു അങ്ങേറ്റം കിരാതമായിട്ടുള്ള അരാജകത്വം നിറഞ്ഞ ഈ ഒരു ചിന്താഗതി രാഷ്ട്രീയ പാർട്ടികളും അതും ഭരിക്കുന്നവരെങ്കിൽ ഭരണത്തിന്റെ ഒരു പ്രതിച്ഛായയിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ഇതുവരെ അത് അവസാനിപ്പിക്കാൻ ഉള്ള തയ്യാറെടുപ്പായില്ല. എനിവേ പഴയ കാലത്തെ പോലെ പെണ്ണ് കേസും ഈ പറഞ്ഞ കുത്തിരിപ്പുമായിട്ട് ഈ ഒരു സർക്കാരിനും ഇനി ഇവർക്ക് ഈ ഭരണം തിരിച്ചു പിടിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം ഉമ്മൻചാണ്ടിയുടെ ഒരു ശാപം കൂടെ ഇവരുടെ തലയ്ക്ക് നിൽപ്പുണ്ട്. പിന്നെ മനുഷ്യപ്പറ്റും മാനുഷിക വികാരം ഇല്ലാത്ത ഒരു വകം വകുപ്പ് ജീവികളായതുകൊണ്ട് പിന്നെ ഇവരെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് വന്നിട്ട് രാഷ്ട്രീയ വേട്ടയാടൽ എന്ന വികാരം ഭൂരിഭാഗം അനുയായികളിലുമുണ്ട്. അത് കോൺഗ്രസിന്റെ ആണെങ്കിലും രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഇടയിലും ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലാണെന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. ഇതുപോലെയുള്ള അരാജകത്തിന്റെ ഇതുപോലെ കളങ്കിതമായിട്ടുള്ള ഈ ഒരു സ്വഭാവ വൈകൃത്യങ്ങളിൽ നിന്ന് ഭരണ സാമ്രാജ്യങ്ങള് ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിവേ ഇതിനകത്ത് ഏത് മൊണ്ണകളാണേലും ഏത് കൊഞ്ഞാണന്മാരാണേലും ഈ ഭരണത്തിലും ഭരണതലപ്പത്തിരിക്കുന്നു ഈ പോലീസുകാരും എല്ലാം കൂടി ഇതുപോലത്തെ ഒരു കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഒരു സാമാന്യ ബുദ്ധിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുമോ? 100 രാഹുലിന് ഒരു 20 അവിഹിതത്തിന്റെ മാർക്ക് കൊടുക്കാമെങ്കിൽ 90 മേടിച്ച് ഡിസ്റ്റിങ്ഷൻ മേടിച്ചിരിക്കുന്ന മന്ത്രിസഭയിൽ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിണറായി വിജയനെ പേരെടുത്ത് വിളിച്ചു എന്ന് പറഞ്ഞാണ്. കാരണം അദ്ദേഹം തമ്പുരാനാണല്ലോ, അദ്ദേഹത്തിനെതിരെ പേരെടുത്ത് വിളിക്കാൻ പറ്റിയല്ലോ. ആ തമ്പുരാനെ പേരെടുത്ത് കൈ ചൂണ്ടി ഒരു അധകൃതൻ വിളിച്ചു പോയതിന്റെ കലിപ്പാണ് കുറെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ആസ്മതികൾക്കുള്ളത് എന്നാണ് തോന്നുന്നത്. അതാണ് ഇത്ര വൈകാരികമായിട്ട് ഈ രാഹുലിനെ പൂട്ടാൻ വേണ്ടി ഈ പാർട്ടി തുനിഞ്ഞിറങ്ങിയേക്കണത്. താനെന്താ പോണില്ലേ? നാട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചങ്ങ് ഇരുന്നു പോയതാ. എന്തു പറ്റി? ഡാഡിയോടും മമ്മിയോടും പെർമനന്റ് ആയിട്ട് ഇങ്ങനെ പോരാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. വീട് നോക്കണം, ബിസിനസ് നോക്കണം, കൃഷി നോക്കണം, അങ്ങനെ 100 കൂട്ടം ന്യായങ്ങളാ പറയുന്നത്. അതിനിടയ്ക്ക് പോയി 25 ഏക്കർ തോട്ടം എഴുതിച്ചു. എന്തൊക്കെയോ ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. അതിന് രജിസ്ട്രേഷൻ ഇതുവരെ നടന്നിട്ടില്ല. ഈ അമേരിക്ക ഇരുന്നുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാനാ ഇതിനൊക്കെ? ഇത്രയുള്ള കാര്യം വേണമെങ്കിൽ തൻ്റെ പപ്പയും മമ്മിയും ഇങ്ങോട്ട് വരും. അവരുടെ പ്രശ്നങ്ങൾ ഇവരെ ഏൽപ്പിച്ചാൽ മതി. സാംസിയോ? സാംസി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്, അസിസ്റ്റൻസ്, മാനേജ്മെന്റ്, കെയർ. ഇപ്പോൾ നാട്ടിലുള്ള സ്ഥലത്തിന് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെന്ന് കരുതുക, ഇവർ ക്ലിയർ ചെയ്ത് തരും. ബിസിനസ് തുടങ്ങണോ, കൃഷി ഇറക്കണോ, വീടും സ്ഥലവും വൃത്തിയാക്കണോ, ഇനി അതല്ല പുതിയൊരു വീട് വാങ്ങി വാടകയ്ക്ക് കൊടുക്കണോ, ഇനി ഉള്ള വീട് സ്ഥലവും വിറ്റ് പുതിയത് വാങ്ങിക്കണം, ഇങ്ങനെയുള്ള ഒരു പ്രവാസിയുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരമാണ് സാംസി. അത് കൊള്ളാമല്ലോ. സാംസി 360.comന്റെ സേവനങ്ങൾക്ക് പരിധിയില്ല. വസ്തു വാങ്ങുവാനും വിൽക്കുവാനും വാടകയ്ക്ക് നൽകുവാനും സാംസിക്ക് കഴിയും. നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, ഞങ്ങളുടെ 24/7 കസ്റ്റമർ കെയർ സർവീസിൽ വിളിക്കുക. സാംസി 360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ. നമസ്കാരം. വോക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജേക്കബ് ജിൻസ്മോൻ സക്കറിയ. ഇന്ന് നമ്മുടെ വിഷയം നോട്ട് ഓൺ മൈ മെറിറ്റ്സ് ബട്ട് ഓൺ ദിസ് ഗ്രേസ്. കൃഷ്ണ ഗുരുവായൂരപ്പ, ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക്. ഇത് വേറെ ആരുമല്ല എഴുതിയിരുന്നത്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് വിളയാടുന്ന, നമ്മൾ തമിഴിലൊരു വാർത്ത പറഞ്ഞു കഴിഞ്ഞാൽ പൂന്ത് വിളയാടുന്ന ഒരു വാർത്തയാണിത്, അല്ലെങ്കിൽ ഒരു വരികളാണിത്. ശാസ്തമംഗലം അജിത് കുമാർ എന്ന പ്രഗത്ഭനായ അഡ്വക്കേറ്റിന്റെ പോസ്റ്റാണിത്. ഇന്ന് ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എത്രമാത്രം അർത്ഥവത്തായ ഒരു വാചകമാണ്. കാനഡയിൽ നിന്നും ഇറങ്ങി വന്ന അതിവിദഗ്ധമായ അല്ലെങ്കിൽ അതിഗംഭീരമായ ഒരു ഗർഭം. ഇതിപ്പോ 28-ാം തീയതി ജാമ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ, രാഹുൽ മാങ്കൂട്ടം വെളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഈ ഗർഭത്തിന് അല്ലെങ്കിൽ പിണറായി വിജയനും കൂട്ടരും ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ഗർഭത്തിന് ഇപ്പൊ ആരാണ് ഉത്തരവാദി? ജിൻസിന് ഇപ്പൊ എന്താണ് തോന്നുന്നത്?
അല്ല, നമുക്കിത് തോന്നാൻ നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. കാരണം ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണ്. ഇതിങ്ങനെയൊക്കെ വരുള്ളെന്ന് സാമാന്യ ബോധമുള്ള ആൾക്കാർക്കെല്ലാം അറിയാം. കാരണം നാട്ടിലുള്ള ഗൾഫ് കേസുകളെല്ലാം തീർന്നതുകൊണ്ടായിരിക്കും ഇപ്പൊ കാനഡയിൽ നിന്ന് ഒരാളെ അവർ ഇറക്കുമതി ചെയ്തത്. പക്ഷെ നിങ്ങൾക്കറിയാം, ഒരു പ്രവാസിയായിട്ടുള്ള ഒരു സ്ത്രീ, എനിവേ ആ ബന്ധം ഉണ്ടായിരുന്നോ ഇല്ല, കോടതി തന്നെ ചോദിച്ചു ആ വിവാഹിതനായ ആൾ എത്ര ബന്ധങ്ങൾ ഏറ്റെടുത്താലും അതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന്. നിയമപരമായിട്ടുള്ള ബന്ധം, വിവാഹിതയായ ഒരു സ്ത്രീയാണ്, അത് ഭർത്താവുള്ള ഒരു സ്ത്രീയാണ്, അവര് ഇത് ഡിവോഴ്സ് ചെയ്തിട്ടില്ല. എനിവേ ജഡ്ജിന്റെ 18 പേജ് വരുന്ന ബെയിൽ ഓർഡറിൽ കാഷ്വൽ ആയിട്ട് പറയുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 50,000 രൂപ കെട്ടിവെക്കണം, വേറെ ഭീഷണിപ്പെടുത്താൻ പാടില്ല, അങ്ങനെ പിന്നെ പോലീസിന് മുമ്പിൽ പറയുന്ന സമയത്ത് ഹാജരാകണം. ഇതൊക്കെ സാധാരണ ഒരു ബെയിൽ കൊടുക്കുമ്പോൾ തന്നെയുള്ളതാണ്. പക്ഷെ ഇതിനത് പറഞ്ഞു പോയെന്നു വെച്ച് കഴിഞ്ഞാൽ 2 കാര്യമുണ്ട്. ഇപ്പം ഈ എര എന്ന് പറയുന്ന സ്ത്രീ കാനഡയിൽ ഭർത്താവിനൊപ്പം ജീവിക്കുന്നതാണ്. അപ്പൊ ആ ഭർത്താവിന്റെ സ്വന്തം ഗർഭമാണ് ഈ പോലീസുകാരും ഈ സർക്കാരും കൂടി രാഹുലിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. അവർ തമ്മിൽ ബന്ധമുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ആ പരാതി അയച്ച ആ പെണ്ണിന്റെ ഒരു പ്രശ്നം കൂടെ കൂടിയുണ്ട്. അതുകൂടെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ കാനഡ നമ്മൾ പറയുമ്പോൾ ഇത് അവിഹിതം അല്ല, കാരണം ഈ സർക്കാർ തന്നെ അവിഹിതത്തിന് ഒരു മാർക്കറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ അവിഹിതമല്ലാതെ വേറൊരു രീതിയിലും കൊടുക്കാൻ പറ്റാത്ത രാഷ്ട്രീയക്കാരെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ആയുധമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷം, ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ്. പക്ഷെ ആ കാലം കഴിഞ്ഞ് ഈ അവിഹിതത്തിന് വലിയ മാർക്കറ്റ് ഇല്ലാതായി പോയത് ഇവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവരിപ്പോഴും ഈ പറഞ്ഞ പോലെ മൂണിൽ ജീവിക്കുകയാണ്. PR എഴുതി കൊടുത്ത വാചകം കപ്പിൽ പ്രിന്റ് ചെയ്ത് ഒരു മുഖ്യമന്ത്രി പത്രപ്രസ്താവന നടത്തി ഇദ്ദേഹത്തിനെ എത്രമാത്രം താറടിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും കോടതി ഇന്ന് അത് കൃത്യമായിട്ട് 18 പേജ് വരുന്ന ആ ബെയിൽ ഓർഡറിൽ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് സിസ്റ്റത്തിൻ്റെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഏത് പാവപ്പെട്ടവനാണേലും അത് 14 ദിവസം മിനിമം, അല്ലെങ്കിൽ കുറച്ച് ദിവസം അകത്ത് കിടക്കേണ്ട വരും. അല്ലെ ചില സമയത്ത് ജഡ്ജിക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ഡിസ്ക്രിഷണറി പവറാണ്, അതനുസരിച്ച് അവർ ചിലപ്പം ജാമ്യം കൊടുക്കുമായിരിക്കും. ഇപ്പം നമ്മൾക്ക് ഈ അവിഹിതത്തിൽ ഒരു വളരെ രസകരമായിട്ടൊരു കഥയുണ്ട്. കാരണം ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കേരളത്തിലെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഈ ഒരു അമേരിക്കക്കാരന്റെ ഗർഭത്തിന്റെ ഒരു കഥയുണ്ട്. ഒരു വളരെ ദൈവവിശ്വാസികളായിട്ടുള്ള 2 മാതാപിതാക്കൾ മക്കളെ തമ്മിൽ കല്യാണം കഴിച്ചിട്ടു. ഇവിടെ ജനിച്ചു വളർന്ന കാനഡയിലുള്ള ഒരു പെണ്ണും US ചെറുക്കൻ IT വർക്ക് ചെയ്യുന്നു. കഥ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എനിവേ ഇവർക്ക് 2 കുട്ടികളുണ്ടായി. പെണ്ണ് പേരൻസിന്റെ അടുത്തേക്ക് കാനഡയിലേക്ക് താമസം മാറിപ്പോയി. താമസം മാറി കഴിഞ്ഞിട്ട് ഈ പെണ്ണിന് വേറൊരു വിവാഹം കഴിഞ്ഞ ഒരാളുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടാകുന്നു. ഇവർ തമ്മിൽ നടന്ന വളരെ ദൈവാംശമുള്ള ചില സംഭാഷണങ്ങൾ അതേപടി സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. ആ ചാനൽ പബ്ലിഷ് ചെയ്തതാണ്. അപ്പൊ അതിനകത്ത് പറഞ്ഞ് എനിവേ അത് കഴിഞ്ഞ് പാവപ്പെട്ട ഭർത്താവ് ഇതൊക്കെ അറിയുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. എനിവേ പുള്ളിക്ക് ഒരു സംശയം തീർക്കാനായിട്ട് പുള്ളിക്ക് 2 പിള്ളേരുടെ DNA ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഈ DNA ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ 2 പിള്ളേരുടെയും DNA പുള്ളിയുടെ അല്ല, അത് കൂടാതെ ഈ 2 പിള്ളേരുടെയും DNA 2 DNA ആണ്. അപ്പൊ ആ 2 DNA ഇപ്പമുള്ള നിലവിലുള്ള കാമുകനുമായിട്ട് ആ DNA ചേരുന്നില്ല. ഇപ്പൊ ഇതെല്ലാം ആകെപ്പാടെ പ്രശ്നമായി എന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ ഈ കേസിൽ. ഇതിപ്പോ ഇവിടെ നമ്മളെ നാട്ടിലെ പോലീസുകാരും നമ്മുടെ സർക്കാരും നമ്മുടെ മുഖ്യമന്ത്രിയെല്ലാം അതുപോലെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിൽ ചെന്ന് വിട്ടു. ഈ ഗർഭത്തിന് ഇപ്പൊ ആരാണ് ഉത്തരവാദി? ഈ ഗർഭത്തിന് ഇപ്പം രാഹുലിന്റെ തലയിൽ കെട്ടിവെക്കാനിരുന്ന രാഹുൽ, അവർ തമ്മിൽ ബന്ധമുണ്ടായിട്ടുണ്ട്, അതൊക്കെ വേറെ വിഷയം. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിനെ കൊടുക്കാൻ വേണ്ടി ഇത്ര ഹീനമായ പ്രവൃത്തി അവർ ചെയ്തത് ഇത് തന്നെ ഇതിന്റെ പരിസമാപ്തി. പിന്നെ ഒരു കാര്യം കൃത്യമായിട്ട് നമുക്കറിയാം, പുറത്ത് ജീവിക്കുന്ന ഇപ്പൊ ആ പെണ്ണ് തന്നെ, ആ സ്ത്രീയും ഹതഭാഗ്യവാനായ ഭർത്താവും, അത് അങ്ങനെ തന്നെ പറയേണ്ട വരും. ഇരയാന്ന് അഭിനയിച്ചുകൊണ്ട് ഇനിമേ ഒരു പരാതി അയച്ചു. അത് അവർ എന്തുകൊണ്ട് അയച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു റിലേഷന്റെ കാര്യം അതൊക്കെ കോടതി കൃത്യമായിട്ട് അതിനൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ പറയേണ്ട കാര്യമില്ല, എല്ലാ ചാനലുകാരും അതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വിദേശത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയും അവരുടെ ഹതഭാഗ്യവാനായ ഭർത്താവും അവരെ ഈ പോലീസുകാർ എത്ര മാത്രം വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള പരാതി എഴുത്ത്, കാരണം ഒരു പരാതി ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ, അതായത് ആ പ്രോട്ടോകോള് അല്ലെങ്കിൽ ആ ഒരു പരാതിയുടെ സിഗ്നേച്ചർ ഒന്നും കൊടുക്കാനായിട്ട് ആ കേസ് ഈ ലെവലിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ആ സ്ത്രീയും ഭയപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. പിന്നെ അവരെ പരമാവധി ശ്രമിച്ചു. എനിവേ നാട്ടിൽ കൊണ്ടുപോയി അവിടെ ഇതിന് ഹാജരാക്കാനും രാഹുലിനെതിരെ സാക്ഷി പറയാനും രാഹുലിനെതിരെ ഇത് ചെയ്യാനും. പക്ഷെ അവരെന്തുകൊണ്ടോ പേടിച്ചിട്ട് പോയില്ല. പക്ഷെ അവർക്ക് എത്രമാത്രം പ്രഷർ ഉണ്ടായി കാണും, ആ പ്രഷറിനെ അവർ കവർ ചെയ്തു എന്നുള്ളതാണ് ഈ ഭരണത്തിന്റെ പ്രത്യേകത. നമുക്കറിയാലോ, പോലീസുകാരെ വിളിച്ചിട്ട് നിങ്ങളെ നാട്ടിൽ കാലുകുത്തിയാല, നിങ്ങളെ നാട്ടിലെത്താൻ സമ്മതിക്കുകയല്ല, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അറസ്റ്റ്, ഭയങ്കര ഭീഷണി അവർക്ക് അതുപോലെയുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അവരെന്നിട്ടും പേടിച്ച്
അവരാ പേടിച്ച് അതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടും അവരാ ചില പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയത് കൊണ്ടാണ് ഈ സർക്കാരിന് ഈ ഇത്രമാത്രം ഒരു നാണക്കേട് ഉണ്ടാക്കിയ ഒരു കാര്യം പറഞ്ഞത്. ഇത് വളരെ കൃത്യമായിട്ട് അറിയാലോ. ഇദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് പിടിച്ച് അദ്ദേഹത്തിന്റെ മോറൽ സൈഡോ പണ്ടത്തെ പോലെ ഈ പറഞ്ഞ പോലെ പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇവരുടെ ഈ രാഷ്ട്രീയ കുതന്ത്രം, അതായത് ഈ വക കേസുകൾ ഇതിന്റെ അകത്ത് ഒരു കാരണവശാലും ഇപ്പോൾ വർക്കൗട്ട് ആവുന്നില്ല. അദ്ദേഹം തിരിച്ചിറങ്ങി വന്നു. ഇനി അതായത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പിടിവള്ളിയായിരുന്നു. അതുപോലെ ഒരു മൂന്നാമത്തെ കേസ്, അത് നാട്ടിൽ ഇത്രയും സ്റ്റെബേണായിട്ട് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു കാരണം പുറത്തുനിന്നുള്ള ഒരു സ്ത്രീയാണ്. അപ്പം ആ സ്ത്രീ അതിൻ്റെ അകത്ത് ചാറ്റ് പുറത്തു വന്നത്, അവരുടെ ഫെനി ആയിട്ടുള്ള ചാറ്റ് പുറത്തു വന്നതും പിന്നെ ആ സ്ത്രീ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയാണെന്ന്. കാരണം ഇതിന്റെ അകത്തൊന്നും ഒരു കഴമ്പോൾ ഒരു സർക്കാർ ഏറ്റുപിടിക്കുകയോ, എത്ര ദുർവ്യയമാണ് ഈ സർക്കാർ ഈ ഒരു കേസുമായിട്ടും ഇതിനു വേണ്ടി മുടക്കുന്നത്. എന്നിട്ട് അതിന്റെ പേരിൽ PR കമ്പനി എഴുതി കൊടുക്കുന്ന വാചകം പബ്ലിക്കിനെ ഇദ്ദേഹത്തിനെ അതുപോലെ രാഹുലിനെ ഇതുപോലെ ടാർണിഷ് ചെയ്യാനായിട്ട്, ആ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച അതേ വാചകങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് അത് കറക്റ്റാണ്. എത്ര കറക്റ്റായിട്ടാണ് അത് വന്ന് ആ ഒരു മറുപടി, ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ വയ്യ. എനിവേ പഴയ കാലത്തെ പോലെ പെണ്ണ് കേസും ഈ പറഞ്ഞ കുത്തിരിപ്പുമായിട്ട് ഈ ഒരു സർക്കാരിനും ഇനി ഇവർക്ക് ഈ ഭരണം തിരിച്ചു പിടിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം ഉമ്മൻചാണ്ടിയുടെ ഒരു ശാപം കൂടെ ഇവിടെ തലയ്ക്ക് നിൽപ്പുണ്ട്. പിന്നെ മനുഷ്യപ്പറ്റും മാനുഷിക വികാരം ഇല്ലാത്ത ഒരു വകം വകുപ്പ് ജീവികളായതുകൊണ്ട് പിന്നെ ഇവരെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഇവര് ഇതിനപ്പുറം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതെ, ഈ കോടതിയുടെ നിരീക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പത്തനംതിട്ട സെക്ഷൻസ് കോടതിയാണെങ്കിലും ഹൈക്കോടതി ആണെങ്കിലും അവർ നിരീക്ഷിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതായത് പരാതിക്കാരിയുമായിട്ടുള്ള ബന്ധം പരസ്പര സമ്മത പ്രകാരമായിരുന്നുള്ളതും, പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ ഒരു പീഡനമായിട്ട് ചിത്രീകരിക്കുന്നത് തന്നെ നിയമപരമായി തെറ്റാണെന്നുള്ള വാദങ്ങളൊക്കെയാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീൽ ഉന്നയിച്ചതും രാഹുൽ മാങ്കൂട്ടം ഉന്നയിച്ചതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് പരാതിക്കാരി വിവാഹിതയാണെന്ന് അറിഞ്ഞ അപ്പൊ തന്നെ അത് തന്നിൽ നിന്ന് മറച്ചു വെച്ചതും, അത് അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ആ ബന്ധത്തിൽ നിന്ന് മാറി എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത് തന്നെ ഒരു ഫ്രോഡായിട്ടാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു വ്യക്തി ഹത്യ ചെയ്യാനുള്ള നീക്കമായിട്ടും ഇതൊരു ഹണി ട്രാപ്പ് പോലെ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. മനഃപൂർവ്വം ഒരാളെ കുടുക്കാൻ വേണ്ടി ഇത്രയും നാൾ അത് ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വളരെ ലേറ്റ് ആയിട്ട് ഒരു പരാതി കൊടുക്കുക, ഇതെല്ലാം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കൂടാതെ ഇത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നുള്ളതിന് വളരെ തെളിവുകളുണ്ട്. അതായത് ഒരു യുവ നേതാവ്, അത് രാഹുൽ എന്നല്ല, രാഹുലിനെ പോലൊരാള് വളരെ വെല്ലുവിളി ആയിട്ട് വളർന്നു വരുന്നത്, ഭരണപക്ഷത്തിന് വെല്ലുവിളിയായിട്ട്, ഞാൻ ബ്രാക്കറ്റിൽ പറയുന്നു, പ്രതിപക്ഷത്തിനും വെല്ലുവിളിയായിട്ട് വളർന്നു വരുന്ന ഒരു യുവ നേതാവിനെ കണ്ടപ്പോഴത്തേനും കണ്ണിൽ കല്ലുകടി എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ച തടയിടാൻ വേണ്ടിയിട്ട് പോലീസ് സംവിധാനത്തിന്, പോലീസിങ്ങിനെ ദുരുപയോഗം ചെയ്ത് കെട്ടിച്ചമച്ച ഒരു കേസായിട്ട് തന്നെയാണ് നമുക്ക് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് കോടതി കണ്ടെത്തിയതെന്നല്ല, ഇവർ വാദിച്ചിരിക്കുന്നത്. ജനങ്ങൾക്കത് മനസ്സിലായി എന്നുള്ളതാണ്. ഒരു കാര്യം പരീക്ഷ പറയാതിരിക്കാൻ വയ്യ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിന് ഇത് PR-ന്റെ ഭാഗമല്ല. രാഹുലിന് വളരെ വ്യാപകമായ സോഷ്യൽ മീഡിയയുടെ, അതായത് ഈ PR വർക്കിന്റെ ഭാഗമാകാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം സോഷ്യൽ മീഡിയ, അതായത് നമ്മൾ പറയല്ലേ ഈ മെയിൻ സ്ട്രീം മീഡിയ, അതിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഈ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ കട്ടയ്ക്ക് രാഹുലിന്റെ കൂടെ നിന്നു. ഇത് രാഹുലിന് കുറെ അനുഭാവികൾ ഉണ്ടെങ്കിൽ കൂടിയും ഈ സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ടാണ് ഒരു പക്ഷേ ഈ രീതിയിൽ രാഹുലിനെ ഇങ്ങനെ ഒരു ഇത് കിട്ടാനായിട്ടുള്ള കാരണം രാഹുലിന് ഇതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഒരു ക്ഷീണവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് പാർട്ടിയുടെ ഗതികേടാണ്. പാർട്ടി ഇത് മനസ്സിലാക്കണമായിരുന്നു. ഈ പാർട്ടി ഇത് രാഷ്ട്രീയമായിട്ട് ഒരാളെ ഒറ്റപ്പെടുത്തുമ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ ആ ഒരു സദാചാരത്തിന്റെ കൂട്ടിൽ കിടക്കുന്ന കുറെ തത്തകളാണ്. അവർക്ക് ഇതല്ലാതെ പറയാൻ പറ്റിയല്ല. കാരണം അതിനെ കവർ ചെയ്യാനുള്ള സംവിധാനം, ഒരു മെഷീനറി, ഒരു കേഡർ സിസ്റ്റം കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല. അതുകൊണ്ടാണ് അവര് ആദ്യം തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി രാഹുലിനെ സസ്പെൻഡ് ചെയ്തു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, കൈ കഴുകി, ഉത്തരവാദിത്തം കഴിഞ്ഞു. പിന്നെ അവർ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. പക്ഷെ അദ്ദേഹം പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് MLA ആയതും പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. അപ്പൊ അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം കുറച്ചെങ്കിലും ഈ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ 10 ഇരട്ടി ശ്രീപീഠകരല്ലേ ആ പാർട്ടിക്ക് അത് നിൽക്കുന്നത്. അതെങ്കിലും ഈ പാർട്ടിയുടെ നേതാക്കന്മാര് കണക്ക് കൂട്ടേണ്ടതായിരുന്നു.
എനിവേ ഇതിനകത്ത് ഏത് മൊണ്ണകളാണേലും ഏത് കൊഞ്ഞാണന്മാരാണേലും ഈ ഭരണത്തിലും ഭരണതലപ്പത്തിരിക്കുന്നു, ഈ പോലീസുകാരും എല്ലാം കൂടി ഇതുപോലത്തെ ഒരു കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഒരു സാമാന്യ ബുദ്ധിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുമോ എന്നെങ്കിലും വിചാരിക്കാതെ ഒരു ഇമെയിലിന്റെ പുറത്ത് കേസ് കിട്ടിയ ആളെ അപ്പൊ തന്നെ വെട്ടിവീഴ്ത്താം എന്ന് വിചാരിച്ച് ഇവരെ ഇറങ്ങി തിരിച്ചതാണ്. അതിന് വളരെ കൃത്യമായിട്ട് ഉള്ള ഈ ഒരു 18 പേജിന്റെ, ഇതിപ്പോ അവിടുന്ന് മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ള ഇതിന്റെ അകത്ത് ആദ്യം ടാർഗറ്റ് ചെയ്ത് ആദ്യം പിടിക്കേണ്ടത് ഈ ഒരു കേസിനെല്ലാം തുടക്കമിട്ട ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ അതിനകത്താണ് ഇതിന്റെ അകത്തൊരു കോൺസ്പിരസി ഇതിന്റെ അകത്ത് ഉണ്ടെന്നുള്ളത്. ആ പെൺകുട്ടി ഇതിന്റെ അകത്ത്, ആ സ്ത്രീ ഇതിന്റെ അകത്ത് ഭാഗവാക്കാണ്. അവളിൽ നിന്നാണ് ഈ ഒരു കോൺസ്പിരസി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവളുടെ പുറകിൽ ആരൊക്കെ ഉണ്ടെന്ന് അവൾക്കെതിരെ അന്വേഷണം നടത്തേണ്ടത്. അതിന് ഈ സ്ത്രീ പക്ഷപാതവും സ്ത്രീ സമത്വവും ഒക്കെ പറയുന്ന ആൾക്കാർ തന്നെ അത് മുന്നിട്ടിറങ്ങണം. ഇത് സാമാന്യ ബുദ്ധിക്ക് എല്ലാം മനസ്സിലാവുന്ന കാര്യമാണ്. പെണ്ണാന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ പ്രൊട്ടക്ഷനും എല്ലാ സംവിധാനവും കൊടുക്കുന്നത് ശരിയല്ല. ആ പെണ്ണിനെയാണ് ആദ്യം പിടിച്ച് അകത്തിട്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, വേണ്ട രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ ഈ രാഹുലുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയത്തിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പുറത്തു വരും. ഒരു സംശയവും അതിനകത്ത്. ഈ കേസില് ഇതുവരെയുള്ള വിധി വന്നപ്പോഴത്തേനും, അതായത് ഈ കോടതി ജാമ്യം അനുവദിച്ചപ്പോഴത്തേനും ഈ നിയമപരമായ ഒരു മുൻതൂക്കം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തിൽ നിന്ന് FIR മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. ഇതുവരെയും ഒരു ഫൈനൽ റിപ്പോർട്ടും ഈ 3 കേസുകൾക്കും കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത് 3 കേസ് ഉണ്ടായതിലും അവർക്കൊരു ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കോടതി തന്നെ നിരീക്ഷിച്ച ഒരു കാര്യമാണ്. കൂടാതെ ഇത് ഒരു നിയമത്തെ ആയുധമാക്കുന്നുണ്ടോ എന്നൊരു സംശയം കോടതിയുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഈ പരാതികൾ വന്നില്ല? എന്തുകൊണ്ട് രാഹുൽ രാഷ്ട്രീയമായി മുന്നേറുമ്പോൾ മാത്രം ഇങ്ങനെയുള്ള പരാതികൾ വരുന്നു എന്നുള്ള ചോദ്യവും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ള ചോദ്യവും ഉണ്ടാകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് ജേക്കബ് ഏട്ടന് പറയാനുള്ളത്? നമ്മളൊരു 2 പേര് തമ്മിലുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒരു രാഷ്ട്രീയ ചൂതാട്ടത്തിന് വഴിയൊരുക്കി നമ്മുടെ രാഷ്ട്രീയത്തിന് മൊത്തത്തിൻ്റെ ഒരു ഇമേജ് തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ആയിത്തീർന്നിട്ട് ഒരുപാട് ദശാബ്ദങ്ങളായി. അത് ഇന്ന് നമ്മുടെ പരിഷ്കൃതമായ ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ വിദ്യാസമ്പന്നമായ ഒരു സാക്ഷരതയുള്ള ഒരു കേരളത്തിലെ വോട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ ഈ ഒരു അങ്ങേറ്റം കിരാതമായിട്ടുള്ള അരാജകത്വം നിറഞ്ഞ ഈ ഒരു ചിന്താഗതി രാഷ്ട്രീയ പാർട്ടികളും അതും ഭരിക്കുന്നവരെങ്കിൽ ഭരണത്തിന്റെ ഒരു പ്രതിച്ഛായയിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ഇതുവരെ അത് അവസാനിപ്പിക്കാൻ ഉള്ള തയ്യാറെടുപ്പായില്ല. അതവർ ഒരു മുഖമുദ്രയായിട്ട് അവരുടെ ഒരു സ്ലോഗനായിട്ട് കൊണ്ടു നടക്കുകയാണ്. ഇവിടെ എവിടേക്കാണ് നമ്മുടെ അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് കുട പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഭൂഷ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാവുന്ന ദൃശ്യമാധ്യമങ്ങളുടെ ഒരു പട പോലും ഉണ്ട്. ഇതില്ലാതെ അവർക്ക് അവരുടെ ഈ വൈകിട്ടുള്ള അവരുടെ ടെലികാസ്റ്റ് പോലും തടസ്സപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ സമൂഹത്തെ അങ്ങേയറ്റം ഒരു മലീമസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ ഒരു രാഹുലോ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും അല്ല നമ്മുടെ പ്രധാന വിഷയം. നമ്മുടെ ഈ ലോകം അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളം, ഈ കേരളത്തെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക്, കേരളം ഇപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ എണ്ണപ്പെട്ട ഒരു സംസ്ഥാനമാണ് എന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ടെങ്കിലും ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? ഈ കാതലായിട്ട് ഇത്തരമായി വൃത്തികെട്ട മലിമസമായിട്ടുള്ള കഥകളെ എണ്ണിപ്പിടിപ്പിച്ച് അല്ലെങ്കിൽ പയങ്കളി കഥകൾ പ്രചരിപ്പിച്ചാണോ നമ്മൾ ഭരണത്തിൻ്റെതായ ഒരു മൈലേജ് നമ്മൾ ഉണ്ടാക്കേണ്ടതെന്ന കാര്യം ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും നമ്മൾ സസൂക്ഷ്മമായിട്ട് നമ്മൾ വിശകലനം ചെയ്യുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു കാലയളവിലേക്ക് നമ്മൾ അങ്ങേറ്റം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും ഇത്രയധികം ജാതി ഒഴിവാക്കുന്ന ഇത്രയധികം വൃത്തികെട്ട മലീമസമായിട്ടുള്ള എത്രയോ ഇവിടെ അർത്ഥവത്തായ എത്രയോ അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉള്ളപ്പം അതിനെയെല്ലാം അതിൻ്റെ കൂമ്പടച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ പൊലിപ്പിച്ചുകൊണ്ട് ദീർഘദൂര മണിക്കൂറുകളോളം അല്ലെങ്കിൽ ഈ മലയാളി ഈ പ്രേക്ഷകരെ മുഴുവൻ അവരുടെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ട് ദീർഘമായിട്ടുള്ള ഈ ഡിബേറ്റുകളും അനാലിസിസുകളും ചെയ്തുകൊണ്ട് കുറേ ക്യാമറ കണ്ണുകളുമായിട്ട് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ഇതിനെ മാത്രം ഫോക്കസ് ചെയ്തു ഈ ഒരു മാധ്യമ സംസ്കാരം അത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ലോകത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു മാധ്യമ സംസ്കാരത്തിന് ചേർന്നാണ് നമ്മൾ സ്വയം വിലയിരുത്തേണ്ട ഒരു സമയം കൂടിയാണത്. അതുകൊണ്ട് ഇതുപോലുള്ള ജടിലമായിട്ടുള്ള ഇതുപോലുള്ള അരാജകത്തിന്റെ ഇതുപോലെ കളങ്കിതമായിട്ടുള്ള ഈ ഒരു സ്വഭാവ വൈകൃത്യങ്ങളിൽ നിന്ന് ഭരണ സാമ്രാജ്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് വന്നിട്ട് രാഷ്ട്രീയ വേട്ടയാടൽ എന്ന വികാരം ഭൂരിഭാഗം അനുയായികളിലുമുണ്ട്. അത്
കോൺഗ്രസിന്റെ ആണെങ്കിലും രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഇടയിലും ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലാണെന്നുള്ളത് കൃത്യമായിട്ടുമുണ്ട്. ഇത് അദ്ദേഹത്തെ ഒരു രക്തസാക്ഷി പരിവേഷത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ടെന്നുള്ളത് കൃത്യമാണ്. മുഖ്യധാര മാധ്യമങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുമ്പോഴും കൃത്യമായിട്ട് അതൊരു ട്രാപ്പായിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ആയിട്ട് തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ കുറച്ച് നേരത്തെ ജിൻസ് പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് ഓരോ ദിവസവും ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യം ജയിക്കുമെന്നുള്ള ഒരു #, വീഡിയോകൾ വഴി ജനങ്ങൾ നീതിപീഠത്തിന്റെ ഈ ഒരു ജാമ്യ ഉത്തരവിനെ സത്യത്തിന്റെ വിജയമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചു വെക്കാനായിട്ട് ഒരു യുവ നേതാവിനെ ബലിയാടാക്കുന്നു എന്നുള്ള വിധത്തിലാണ് സംവാദങ്ങളും അല്ലെങ്കിൽ ഈ ഒരു വാദങ്ങളൊക്കെ സാധാരണക്കാർക്കിടയിൽ വലിയ തോതിൽ അത് ഏൽക്കുന്നുണ്ട്. അത് ജനങ്ങൾക്കിടയിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ പീഡന കേസുകളൊക്കെ ജിൻസ് പറഞ്ഞതുപോലെ ആയുധമാക്കി പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാമെന്ന് വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അത് സർക്കാരിന്റെ ഒരു നീക്കമായിട്ട് ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് ഒരു വിഷയം ഉണ്ടായി. എല്ലാവർക്കും അറിയാവുന്നതാണ് വിഷ്ണു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ കൊലപാതകം. അത് വളരെ കാലങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഏപ്രിൽ 1-ാം തീയതിയാണ് അത് നടന്നത്. അതിനോടനുബന്ധിച്ച് ആ കുടുംബം എത്രമാത്രം, അതായത് പക്ക കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബം ഇന്ന് മീഡിയയുടെ മുമ്പിൽ വന്ന് പറയുന്നു, ഞങ്ങൾ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഞങ്ങൾ സഹകരിക്കില്ല എന്ന്. കാരണം ഫണ്ട് പറ്റിച്ചതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അവർ തുറന്നു പറയുകയാണ് എത്ര രൂപയാണ് കളക്ട് ചെയ്തത്, അതിൽ നിന്ന് എത്ര രൂപ ബാങ്കിലിട്ട്, എന്നിട്ട് അത് പിൻവലിച്ചത്, അത് ആര് പിൻവലിച്ചു, ഏത് മന്ത്രിയാണ്, തിരുവനന്തപുരത്തുള്ള മന്ത്രി അതിനെ സപ്പോർട്ട് ചെയ്ത് ഫണ്ട് ഇതാക്കിയതിനല്ല, ആ ആളെ സപ്പോർട്ട് ചെയ്തു, അയാൾക്ക് എന്തൊക്കെ കൊടുത്തു എന്നുള്ള ഇതുപോലെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു രാഷ്ട്രീയ യുവ നേതാവിനെ ബലിയാടാക്കുന്നു എന്നുള്ള കാര്യം ജനങ്ങൾക്കിടയിൽ സ്പഷ്ടമായിട്ടുണ്ട്. ജനങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ട്. അതിന്റെ തിരിച്ചടി നേരിടാൻ പോകുന്നതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ജിൻസിന് എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാനുണ്ടോ ഇതില്? എന്തായാലും പറ്റിഷ് പറഞ്ഞ അപ്പം വിഷ്ണുവിന്റെ ഏപ്രിൽ 1-ാം തീയതി ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. ഏപ്രിൽ 1-ാം തീയതി വിഷ്ണു നമ്മുടെ സുഹൃത്തായിരുന്നു. പാസ്പോർട്ട് ഓഫീസിന്റെ ഫ്രണ്ടിൽ വെച്ച് RSകാര് തലവെട്ടുകയാണ് ചെയ്ത്. അദ്ദേഹത്തിന്റെ ബ്രദർ ജ്യേഷ്ഠനാണ് അത് പറഞ്ഞത്. കാരണം അന്നത് ഈ ഒരു ന്യൂസ് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറയുമ്പോൾ പോലും ഞാനത് വളരെ തമാശയായിട്ട്, ഏപ്രിൽ ഫൂളിന് നമ്മളെ കളിയാക്കാൻ വേണ്ടി വിളിച്ചു പറയുന്ന ഒരു ന്യൂസ് അല്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ സുഹൃത്തുക്കളായിരിക്കുമ്പോൾ നമ്മൾ എന്ത് വേണേ പറയും എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് സമയത്തേക്ക് അത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം ഒരു അടിയുറച്ച ഒരു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ, ഒരു സഖാവ്, അത്ര പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്തുകൊണ്ടിരുന്ന, അത് പാർട്ടിയുടെ ഒരു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഈ പാർട്ടി എന്ന് പറയുന്നത് ഒരു കൂട്ടം വൃത്തികെട്ടവന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ അകത്ത് വളരെ കുറച്ച് നല്ല മനുഷ്യരുണ്ടായിരിക്കും. എപ്പോഴും ഈ പാർട്ടിക്കാർ പറയുന്ന ഒരു ഭാഷയുണ്ട്, നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ, അവർ സമൂഹത്തിന് ചെയ്ത ഗുണം. അവരെന്ത് സമൂഹത്തിന്റെ, കേരളം പോലെ ഇത്രയും വികസിതമായിട്ട് ഇത്രയും ഇപ്പൊ ഇന്ന് അതുപോലെ തന്നെ അവിടെ നിയമസഭയിൽ നടന്ന ഈ ആരോഗ്യവകുപ്പിനെ കുറിച്ച് പറഞ്ഞ കുറെ പ്രസ്താവനകൾ ഇന്ന് കൊളനാടൻ അതിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതായത് 100 വർഷം മുമ്പ് നമ്മുടെ കേരളം ഈ ആരോഗ്യ രംഗത്തും ഈ പറഞ്ഞ ഫെർട്ടിലിറ്റി ഇങ്ങനെയുള്ള കുട്ടികളുടെ സംരക്ഷണം, മാതാവിന്റെ സംരക്ഷണത്തിനൊക്കെ കേരളം വളരെ മുന്നിലായിരുന്നു. ഈ ഇടതുപക്ഷ സർക്കാരിനൊന്നും പണ്ട് ഭൂപരിഷ്കരണ കുറച്ച് നിയമം കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും കൊണ്ടുവന്നില്ലേലും 1800കളുടെ പകുതിയോടുകൂടി തന്നെ കേരളത്തില് വളരെ കൃത്യമായിട്ടുള്ള ആരോഗ്യരക്ഷയും വിദ്യാഭ്യാസവും ഒക്കെ കേരളത്തിനുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇന്നത്തെ തലമുറ ഇവരിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് വിശ്വസിപ്പിച്ച നുണകളുടെ ഒരു കോട്ട കെട്ടിത്തീർക്കുകയാണ്. അവിടെയാണ് ഈ വ്യഭിചാരത്തിന്റെ ഒരു വലിയ വ്യഭിചാരം. കാരണം അവർക്കൊരു മെഷീനറി ഉണ്ട്. ഇന്നും പല ആൾക്കാരും പറയുന്ന പോലെ കോൺഗ്രസിന് ഇതിനെ എതിർക്കാൻ പറ്റിയല്ല. ആ ഒരു വ്യഭിചാരത്തിന്റെ കഥ ഇത് നോക്കുക. നമ്മൾ താഴെ തൊട്ട് ലോക്കൽ കമ്മിറ്റി തൊട്ട് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ കമ്മിറ്റി വരെ ഈ വ്യഭിചാര കഥകള് അവരുടെ പാർട്ടിക്കകത്തുള്ളവരെ ഒതുക്കാനായിട്ട് ഉപയോഗിക്കും, പുറത്തുള്ളവരെ അത് തന്നെ ഒതുക്കാനായിട്ട് ഉപയോഗിക്കും, അങ്ങനെ ഒതുക്കണം. പക്ഷെ ഞാൻ പറഞ്ഞ ഈ സ്ത്രീപക്ഷപാതം പറഞ്ഞുകൊണ്ട് ഈ മെയിൻ സ്ട്രീം മീഡിയ, അതിലെ കുറെ പത്രപ്രവർത്തകർ, അവരുടെ സ്വന്തം വില ഇപ്പൊ തന്നെ അവർക്ക് നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥയിലെത്തി. മാധ്യമം എന്ന് പറയുന്ന ഈ ഫോർത്ത് എസ്റ്റേറ്റ് ജനാധിപത്യത്തിന്റെ 4-ാം തൂണ് ഇന്ന് ആ ഒരു നമ്മൾ പറയുന്ന ഒരു മാധ്യമ സംസ്കാരം തന്നെ മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. എനിവേ, ഈ അവിഹിത കഥകൾ കൊണ്ടുള്ള വിജയം ഉമ്മൻചാണ്ടിയോട് കൂടി തീർന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരു വിധത്തിലും ഇവൻ ഇടതുപക്ഷത്തിന്റെ ഇത്രയും ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ ആയിട്ട് നമ്മളൊരു മാർക്ക് ഇടുവാണെങ്കിൽ
100-ല് രാഹുലിന് ഒരു 20 അവിഹിതത്തിന്റെ മാർക്ക് കൊടുക്കാമെങ്കിൽ 90-100 മേടിച്ച് ഡിസ്റ്റിങ്ഷൻ മേടിച്ചിരിക്കുന്ന മന്ത്രിസഭയിൽ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ കാര്യങ്ങൾ പോലും ഇപ്പൊ പത്തനാപുരത്ത് KV ഗണേഷ് കുമാർ ജയിച്ചു വന്നപ്പം ഈ അവിഹിത കഥകളൊക്കെ ഇഷ്ടംപടി ഉണ്ടായിരുന്നല്ലോ. ആ കഥകൾ വല്ലതും അവിടെ ഏറ്റോ? PK കുഞ്ഞാലിക്കുട്ടി UDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എത്ര കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത്. അതുകൊണ്ട് വാങ്ങിച്ചോ? കാരണം ഇതൊന്നും ജനത്തിന് അതൊന്നും അല്ല. ജനം ഈ നാട്ടിൽ നല്ലൊരു ഗവേണൻസ് വേണം, ഈ നാടിന് മുന്നോട്ട് പോകണം. ഓരോരുത്തർക്കും അവരവരുടെ ജീവിത പ്രാരാബ്ദങ്ങളാണ്. അതിന്റെ ഇടയ്ക്കാണ് ഇവര് കൊണ്ടുവന്ന കുറെ വല്ലവന്റെയും ഗർഭകഥ പറഞ്ഞ് ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമൊന്നും ഇല്ലെന്നേ ആൾക്കാർക്ക്. ഈ അതിൽ ശ്രദ്ധിക്കുന്നതല്ല. ഇത് ഞാൻ പറയുമ്പോ നാട്ടിൽ ഇത് അതിനെ പറ്റി ആളെ കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പൊ അമേരിക്കയിലും കാനഡയിലും തെണ്ടി നടക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. കാരണം ഇവിടുന്ന് ഒരു കേസ് വന്നിട്ട് അവർ അത്രമാത്രം ഭീഷണി ഇവരുടെ ഭാഗത്ത് നിന്ന് ആ കേസ് ഫ്രെയിം ചെയ്തിട്ട് ആ കോടതിയിൽ ഒരു 15 ദിവസം പോലും പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ബെയിൽ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇതൊന്നും ഒരു ട്രയലിലും പോകാൻ പോകുന്നില്ല. ട്രയലിൽ പോയി കഴിഞ്ഞാൽ ഇത് നാറി കുത്തുവാള എടുക്കും. താൽക്കാലിക വിജയത്തിന് വേണ്ടിയാണല്ലോ ഇവര് ഇത് ചെയ്തത്. കാരണം ആ പബ്ലിക് ഇമേജ് ഇത് സെറ്റ് ചെയ്യുക. രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയുടെ, കാരണം അവർക്ക് ഈ CPM-മാർക്ക് ഇതിനകത്തുള്ള പിണറായി വിജയനെ പേരെടുത്ത് വിളിച്ചു എന്ന് പറഞ്ഞാണ്. കാരണം അദ്ദേഹം തമ്പുരാനാണല്ലോ, അദ്ദേഹത്തിനെതിരെ പേരെടുത്ത് വിളിക്കാൻ പറ്റിയല്ലോ. ആ തമ്പുരാനെ പേരെടുത്ത് കൈ ചൂണ്ടി ഒരു അധകൃതൻ വിളിച്ചു പോയതിന്റെ കലിപ്പാണ് കുറെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ആസ്മാദികൾക്കുള്ളത് എന്നാണ് തോന്നുന്നത്. അതാണ് ഇത്ര വൈകാരികമായിട്ട് ഈ രാഹുലിനെ പൂട്ടാൻ വേണ്ടി ഈ പാർട്ടി തുനിഞ്ഞിറങ്ങിയേക്കുന്നത്. എനിവേ ഇന്ന് ഈ 18 പേജുള്ള ഇതോടുകൂടി തന്നെ മിക്കവാറും ഇനിയിപ്പോ അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഇവര് പൊയ്ക്കൊണ്ടിരിക്കും. ഇവർക്ക് തന്നെ ഒന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തലയ്ക്കകത്ത് വെളിവില്ലാത്തതുകൊണ്ട് ഇവർ വീണ്ടും ഇതൊരു അപസർപ്പക കഥയുമായിട്ട് വീണ്ടും പുതിയ സ്റ്റോറികളുമായിട്ട് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊരു വിഷയമേ അല്ല. ആ വിഷയമല്ല എന്നുള്ളതാണ്. പിന്നെ പക്ഷെ അവിടുത്തെ നാട്ടുകാര് സോറി ടു ഇന്ററപ്റ്റ്, അവിടുത്തെ നാട്ടുകാര് രാഹുൽ മാങ്കൂട്ടം വീട്ടിലേക്ക് കയറി വന്നപ്പോഴത്തേനും കൃത്യമായിട്ട് നാട്ടുകാരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബന്ധുക്കളും എല്ലാവരും പത്രക്കാരെ മൊത്തം തടഞ്ഞു നിർത്തി. വഴിയിൽ ഒരൊറ്റയാളും ഇതിനകത്തേക്ക് കയറരുതെന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും കൂടെ തടഞ്ഞു നിർത്തി. അത് പത്രക്കാർ തന്നെ അത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും അത് അതിന് താഴെ വന്ന കമന്റുകൾ വായിക്കുമ്പോഴത്തേനും എത്രമാത്രം ജനങ്ങള്, അതായത് ആൾക്കാര് പത്രക്കാരോടുള്ള വെറുപ്പ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയധികം ഹീനമായ രീതിയിൽ അദ്ദേഹത്തെ ഇങ്ങനെ എന്താ പറയാ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ ട്രാപ്പ് ചെയ്തെന്ന് മനസ്സിലാക്കിയതിന്റെ ഒരു വേവ് ഉണ്ടല്ലോ, അത് അതിന് മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ജനങ്ങളുടെ ആ കമന്റ് അത്രയ്ക്കധികം ദേഷ്യത്തിലാണ് അവർ ആ ഫ്രസ്ട്രേഷൻ അത്രയും ആ കമന്റിലൂടെ അവർ പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെ പറയുന്നെന്ന് നമുക്ക് ശരിക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരാളെയും അവർ അകത്തേക്ക് കയറ്റി ഒറ്റ കാര്യം കൂടെ, ഇത് ഈ മുഖ്യമന്ത്രിയുടെ PR ടീമിന്റെ ആ വാചകം എന്നാണേലും വളരെ ഏറലായി. അത് കാരണം നമ്മൾ പറയല്ലേ ഈ കഷ്ടകാലത്ത് ഏതൊക്കെ ഒന്ന് പറഞ്ഞ പോലെ അതേപടി തിരിഞ്ഞു കൊത്തുന്ന ഒരു വാചകമായി പോയി. അത് ഗതി കെട്ടവൻ തല മുട്ടയടിക്കുമ്പോ കല്ലുമഴ പെയ്യുമെന്ന് പറഞ്ഞ പോലെ ആ ഒരു രീതിയിലായി പോയി. ഇതിപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത്, നമ്മൾ പാമ്പ് കടിച്ച ഒരാളെ തിരിച്ചു കൊണ്ടുപോയി നമ്മള് വിഷവൈദ്യന്റെ അടുത്ത് പോകുമ്പോ ആ പാമ്പിനെ കൊണ്ട് തന്നെ കൊത്തിക്കുന്നെന്ന് പറഞ്ഞതുപോലെ ഇത് കപ്പ് പിടിച്ചിരുന്ന മുഖ്യന് അതേപോലെ തന്നെ തിരിച്ച് ആ വാക്കുകൾ തിരിച്ച് അദ്ദേഹത്തിന് കൊത്തുന്ന പോലത്തെ ഒരു ഫീലാണ് കൊടുക്കുന്നത്. എന്തായാലും ഞാൻ ഇത്രയും ശാസ്തമംഗലം അജിത് കുമാർ സാറിൽ നിന്ന് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോഴും ഇങ്ങനെ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് ഒരു പോസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നോട്ട് ഓൺ മൈ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്, കൃഷ്ണ ഗുരുവായൂരപ്പ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് അതിപ്പോ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഒരു ഹാഷ്ടാഗ് പോലെ അങ്ങ് ഇട്ട് അർമാദിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുണ്ട് ഇല്ലയോ എന്നുള്ളതല്ല, എത്ര ബന്ധമുണ്ടായിരുന്നോ എന്നുള്ളതല്ല. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആണ്. എന്താ പറയാ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തില് അദ്ദേഹം എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കേണ്ടത് നമ്മളുടെ കടമയാണ്. പിന്നെ ഈ മോറൽ എന്നൊക്കെ പറഞ്ഞ ഒരു സാധനമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്നത്തെ ജിൻസ് പറഞ്ഞതുപോലെ ഇന്ന് വരെയുള്ള എല്ലാ പൊളിറ്റീഷ്യൻസിന്റെയും മോറൽ സൈഡ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെ നാട്ടിലുള്ള എല്ലാവരും നന്നാകണ്ടേ? അങ്ങനെയാണെങ്കിൽ പിന്നെ നാട്ടിലോ കേരളത്തിൽ ഒരു കുറ്റകൃത്യവും ഉണ്ടാവാൻ പാടില്ലല്ലോ. കൊലപാതകികളുമായിട്ടുള്ള ആൾക്കാരല്ലേ. കല്ലെറിയാൻ ആളുണ്ടാവുമല്ലോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്നാ പിന്നെ അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് എന്താ പറയാ,
ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്നുള്ള ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് നമ്മൾ എല്ലാവരും. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, തെറ്റാണെങ്കിൽ നീതിയോടെ ആണെങ്കിൽ തിരിച്ചു വരണം, തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയുള്ള കോടതിയും ഇതെല്ലാം അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷയോടെയാണ് ജനങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത്. നമുക്കും കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത ജേക്കബ് ഏട്ടനും ജിൻസിനും നന്ദി, നമസ്കാരം. നിങ്ങളൊരു പ്രവാസിയാണോ? നാട്ടിലെ കാര്യങ്ങളോടത്ത് പ്രയാസപ്പെടുന്നുണ്ടോ? വിഷമിക്കണ്ട. ഒരു പ്രവാസിയുടെ നാട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സാംസി ചെയ്തു തരും. കാർ റെന്റൽ, ഡ്രൈവർ അസിസ്റ്റൻസ്, എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, എയർ ടിക്കറ്റിംഗ്, വിസ അസിസ്റ്റൻസ്, നോട്ടറി അറ്റസ്റ്റേഷൻ, ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ് ആപ്ലിക്കേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ, പ്രോപ്പർട്ടി ടാക്സ് പേയ്മെന്റ്, ബേസിക് ലാൻഡ് ടാക്സ് പേയ്മെന്റ്, പ്രോപ്പർട്ടി ഫെൻസിംഗ്, പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് ക്ലിയറിംഗ്, ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ, മണി ട്രാൻസ്ഫറിംഗ്, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം. നിങ്ങളുടെ ആവശ്യം അതെന്തുമാകട്ടെ, ഞങ്ങളുടെ 24x7 കസ്റ്റമർ കെയറിൽ വിളിക്കുക. samsi360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ.